വെരി ഹാപ്പി. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ബട്ട് പാരഡൈസ് പോലത്തെ ഒരു പടത്തിന് ഇങ്ങനത്തെ അക്നോളജ്മെന്റ് കിട്ടുന്നത് ഐ എം റിയലി റിയലി ഹാപ്പി. ഭയങ്കര സ്പെഷ്യൽ പടമായിരുന്നു എനിക്ക്. ഇങ്ങനെ ഏറ്റവും ഐഡിയൽ സെറ്റിങ്ങിൽ വർക്ക് ചെയ്ത പോലെ തോന്നി. എല്ലാ രീതിയിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ബെസ്റ്റ് ആൾക്കാർ വർക്ക് ചെയ്യാൻ പറ്റുന്നതും. ഞാൻ അതിന് മീൻസ് ഈ പടം ഓണായിട്ട് ഞാൻ ഇതിനെപ്പറ്റി കേൾക്കുന്നുണ്ടായിരുന്നു. റോഷനും രാജീവേട്ടനും ഒക്കെ ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ ലാസ്റ്റ് മെമ്പറായിട്ടാണ് ഞാൻ കയറുന്നത്. ആൻഡ് ഐ എം റിയലി ഗ്ലാഡ് ബിക്കോസ് ഭയങ്കര എപ്പോഴും ഫോർ ലൈഫ് ഓർക്കുന്ന ഒരു പ്രോജക്റ്റും എക്സ്പീരിയൻസും ആയിരിക്കും. ഇല്ല, ഞാൻ ആക്ച്വലി ഇന്നലെയാണ് 2024 പടമാണെന്ന് ഇപ്പോൾ തിയേറ്റേഴ്സിൽ 24 പടം, പക്ഷെ 23-ലാണ് പാരഡൈസ് റിലീസ് ചെയ്തത്. ഞങ്ങൾക്ക് ബുസാൻ പ്രീമിയർ ഉണ്ടായിരുന്നത് 23-ലായിരുന്നു. അപ്പം ഞാൻ വർക്ക് ചെയ്തതും ആ കൊല്ലമായിരുന്നു. സോ ഐ ഹാഡ് forgotten that ഇത് ഈ കൊല്ലത്തെ കണ്ടൻഷനിലുണ്ടെന്ന്. ബട്ട് ഇപ്പോൾ ലാസ്റ്റ് ഫ്യൂ ആഴ്സ് ആയിട്ട് കോൾസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇല്ല, പ്രതീക്ഷിച്ചില്ല ഒട്ടും. രാജീവേട്ടനും റോഷനും ആണ്. ഐ തിങ്ക് ഇതിന് ഒരു നോർത്ത് ഇന്ത്യൻ ആക്ടർ, ഫീമെയിൽ ആക്ടർ ആയിരിക്കും. ആൻഡ് റോഷനാണ് മെയിൻ ലീഡായിട്ട് ഉണ്ടായിരുന്നത്. കഥയിൽ അങ്ങനെയായിരുന്നു. പിന്നെ അത് റീവർക്ക് ചെയ്ത് അറ്റ് വൺ പോയിന്റ് റീകൺസിഡർ ചെയ്യാൻ, അതൊരു രണ്ടുപേരും മലയാളികളാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് അപ്പോഴാണ് ഐ തിങ്ക് രാജീവേട്ടൻ സജസ്റ്റ് ചെയ്തിട്ടാണ് പ്രശ്ന സാറ് വിളിക്കുന്നതും കഥ കേൾക്കുന്നതും ഒക്കെ. ആൻഡ് ഓൾറെഡി എന്താ പറയുക, രാജീവേട്ടനും പ്രശ്ന സാറും ഒക്കെ ചെയ്യുന്ന എന്ത് പ്രോജക്റ്റ് ആണെങ്കിലും ഐ ബി വെരി ഹാപ്പി ടു ബി എ സ്മോൾ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പടം കഥ വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, ഒരു ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നിയില്ല. ചാലഞ്ചിങ് ആയിരിക്കും എന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അതെ. ആൻഡ് ഐ തിങ്ക് ലാംഗ്വേജ് വൈസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്പേസ് ആണ്. ഒരു സ്പെസിഫിക് ലാംഗ്വേജ്, അല്ലെങ്കിൽ ഒരു മലയാളം മാത്രമല്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മാത്രമല്ല, ഹിന്ദി, കുറേ ഭാഷകളുണ്ട്. സിനലീസ് ഉണ്ട്, തമിഴുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ യുനോ നീഡ് അനുസരിച്ചിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന പോലെ ഫിലിമിലും അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനൊരു പ്ലേയിലാണ് അങ്ങനെ ഇംഗ്ലീഷ് മലയാളം പ്ലേയിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് അതൊരു പടത്തിൽ ചെയ്യാൻ പറ്റിയത് ഭയങ്കര ലിബറേറ്റിംഗ് ആയിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ ക്രൈറ്റീരിയ പണ്ടും എപ്പോഴും ഇന്നും ഇനിയും അങ്ങനെയൊക്കെ തന്നെയാവണം. എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് തോന്നണം ചെയ്യാൻ. ഒരു എന്താ പറയുക, ഇമ്മീഡിയറ്റ്ലി തുടങ്ങാം എന്നൊക്കെ തോന്നണം. അപ്പോൾ അങ്ങനെ ഡെഫിനറ്റ്ലി തോന്നിയ ഒരു പടമാണ് പാരഡൈസ്. സോ ഐ എം വെരി ഗ്ലാഡ് അതിന്. അമ്മ വെരി എക്സൈറ്റഡ് ആണ്. അമ്മയും അച്ഛനും മറ്റേ എൻ്റെ ചോയ്സസ് ഒക്കെ എന്താ പലപ്പോഴും മനസ്സിലാവാൻ പറ്റാറില്ല. എന്താ ഈ പടത്തിന് എന്തിനാ നോ പറഞ്ഞേ, ആ പടം ചെയ്യാത്ത എന്താണെന്നൊന്നും ഒരിക്കലും അമ്മയ്ക്കും അച്ഛനും. ബട്ട് ദേ ഓൾവേസ് സപ്പോർട്ടഡ് മീ. ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാരല്ല. ഞാനിപ്പോൾ സിനിമയിലായിരുന്നില്ല, വേറെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, ആക്കഡമിക്സിലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വേറൊരു വേൾഡിലായിരുന്നു. അപ്പോൾ അവിടുന്ന് നടൻ ചെയ്യണം അല്ലെങ്കിൽ ആക്ടിങ് പെർസ്യൂ ചെയ്യണം എന്ന് തോന്നിയപ്പോഴും ഒരിക്കലും എന്താ പറയുക, ഒരു ചോദ്യം ചെയ്യലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ സപ്പോർട്ടാണ് എപ്പോഴും. അമ്മയച്ഛനും ആയാലും ശരി, സിസ്റ്റർ ആൻഡ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇവരൊക്കെ കൂടിയാണ് മീൻസ് എന്നെ ഇത്രയും കാലം ഇത് പെർസ്യൂ ചെയ്യാൻ പറ്റുന്നത്. 2011-ലാണ് ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് ഇന്ന് വരെ ചെയ്യാൻ പറ്റുന്നത് ഇസ് ബിക്കോസ് ഐ ഹാവ് എ സപ്പോർട്ട് സിസ്റ്റം ലൈക്ക് ദാറ്റ്. എനിക്ക് അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഞാൻ ഐ തിങ്ക് എപ്പോഴും ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് എന്നോട് തന്നെ ഞാൻ ഐ തിങ്ക് എന്താ പറയുക, ഐ ഹാവ് ഗിവൺ മൈ സെൽഫ് ദാറ്റ് സോർട്ട് ഓഫ് അക്കൗണ്ടബിലിറ്റി എപ്പോഴും ഞാൻ കൊടുത്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഇത് അങ്ങനെ മാറുന്നില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന വർക്കിനൊരു അക്നോളജ്മെൻറ്റ്, ഇത്രയും എന്താ പറയുക, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന അവാർഡ്സിൽ നിന്ന് അങ്ങനെ ഒരു വാലിഡേഷൻ കിട്ടുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. ഐ തിങ്ക് ഇത്രയും കാലങ്ങളായിട്ട് ഐ തിങ്ക് എന്താ പറയുക, ഇൻറ്റഗ്രിറ്റി ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു അവാർഡ്സാണ്. എല്ലാവർക്കും അറിയാം അത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ മെൻഷൻ കിട്ടുന്നതിൽ വെരി ഹാപ്പി. ശ്രീലങ്കയിൽ തമിഴ് നേരിടുന്ന വലിയ വേട്ടയാടലുകളൊക്കെ അതെ, ലോകത്തെല്ലായിടത്തും പോയി മൊസൈലടക്കം ഇത്തരം സമാന അനുഭവിക്കുന്ന സമയത്താണ് ഒരു ശ്രദ്ധിക്കപ്പെടുന്നതും അവാർഡ് ലഭിക്കുന്നത്. അതെ, അത് ഐ തിങ്ക്
അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പടങ്ങൾക്കൊരു വോയിസ് ഉണ്ടാവണം. ഈ പടം ചെയ്യുമ്പോഴും ഐ തിങ്ക് പ്രശ്ന സാറിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നതും ആ സ്റ്റോറി ഏറ്റവും ഓണസ്റ്റ്ലി പറയാൻ പറ്റുന്നതിലും ഐ വാസ് റിയലി ഹാപ്പി. അപ്പോൾ ഐ എം ഗ്ലാഡ് ദാറ്റ് ഇങ്ങനത്തെ ഈ പടത്തിന് കുറേ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ കാണാത്തവർ ഒന്ന് കാണും, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ലൈക്ക് ഐ തിങ്ക് ലാർജ്ലി ഒരു ഭയങ്കര ഒരു സ്പെഷ്യൽ ക്രൗഡാന്ന് തോന്നുന്നു കണ്ടിരിക്കുന്ന ഈ പടം. കുറേയും കൂടി ഞാനിപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് ചിലപ്പോൾ നമുക്ക് അവാർഡ്സിൽ വരുന്ന ലിസ്റ്റിൽ പലതും കാണാൻ പറ്റാറില്ല, അല്ലെങ്കിൽ തേടി പിടിച്ച് കാണാൻ നോക്കാറുണ്ട്. സോ ഐ റിയലി ഹോപ്പ് ദാറ്റ് ഹാപ്പൻസ് വിത്ത് ദിസ് ഫിലിം ആസ് വെൽ. അമൃത എന്ന കഥാപാത്രം ചെയ്തപ്പോൾ വിചാരിച്ചിരുന്നു ഈ രീതിയിലൊരു പ്രശംസ ലഭിക്കും? ഇല്ല, ഞാൻ ആക്ച്വലി എനിക്ക് ഭയങ്കര ഓർഡിനറി ആയിട്ടാണ് തോന്നിയത്. ചെയ്യുമ്പോഴും അതെ, ഒന്നും എന്താ പറയുക സ്പെഷ്യൽ അല്ലെങ്കിൽ എക്സ്ട്രോർഡിനറി ആയിട്ട് തോന്നിയില്ല. വെരി നോർമൽ ഡേ ഓഫ് വർക്ക് പോലെയാണ്. ഷൂട്ടിൽ അത്രയും ഈസ് ഉണ്ടായിരുന്നു. അതായത് ഷൂട്ടിൽ പോകുമ്പം നമ്മളൊന്നും എന്താ പറയുക എല്ലാവരും കൂടി ഒരു സ്റ്റോറി പറയാൻ നോക്കുന്നു എന്നുള്ളതിലല്ലാതെ എനിക്ക് പെർഫോം ചെയ്യണം അങ്ങനത്തെ തോട്ട്സ് ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആൻഡ് പടം ഐ തിങ്ക് ചെയ്തിട്ട് ഐ തിങ്ക് ദർ വാസ് എ ലോട്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഭയങ്കര സന്തോഷത്തിലാണ് വർക്ക് ചെയ്തത് അവിടെ. അപ്പോൾ പടം കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞിട്ട് പ്രശ്ന സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്ന് ഞാൻ പ്രശ്ന സാറിനെ വിളിച്ചപ്പോൾ ഐ ടോൾഡ് ഹിം, ഹി സെഡ് ദാറ്റ് ഞാൻ ഡിറക്റ്റ് ചെയ്തിരിക്കുന്ന പെർഫോമൻസസിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണെന്ന് അന്ന് പറഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് എനിക്ക് കിട്ടേണ്ട അവാർഡ് കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി വിത്ത് ദാറ്റ്. പിന്നെ ഇതേപോലെ പല ഓഡിയൻസസ്, പല ഫെസ്റ്റിവൽസിന് ട്രാവൽ ചെയ്യാൻ പറ്റിയ, പല ക്രൗഡ്സിനെ ഇങ്ങനെ ഒരു പടം എന്താ പറയുക, ഇപ്പോൾ ഞാൻ ജയഹേ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തിയേറ്റർ വിസിറ്റ്സ് ചെയ്യുന്ന പോലെ ഈ പടത്തിൽ പല പല ഫെസ്റ്റിവൽസ് ഇങ്ങനെ പോകാനും പറ്റി. അവിടെ ഇൻറ്ററാക്ഷൻസ് ഈ പടങ്ങൾ ഫെസ്റ്റിവൽസിൽ കാണുന്നത് അല്ലെങ്കിൽ ആ കാണുന്ന ഒരു രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ പടത്തിനെ പറ്റി ഞാനും ഐ തിങ്ക് കുറേയൊക്കെ ഡയറക്ടറിനോട് സംസാരങ്ങൾ കുറവായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഈ ടോക്കിലൊക്കെയാണ് നമ്മളും ആ പടത്തിനെ പറ്റി അത്രയും എന്താ പറയുക കുറച്ചും കൂടി ഡെപ്തിലൊക്കെ ആലോചിക്കുന്നതും ഒക്കെ. അപ്പോൾ വെരി നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഐ എം റിയലി ഗ്ലാഡ് ഇന്ന് പടത്തിന് പല അവാർഡ്സ് ഉണ്ട്. ആൻഡ് ഐ എം വെരി ഗ്ലാഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.